കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വന്നിരിക്കുകയാണ്. ഒരു റീസെൻറ്റ് വീഡിയോ ആയാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത്. ന്യൂസ് പരമായ വാർത്തകൾ പരമായ കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ സ്ഥലം കണ്ണൂരാണ്. അപ്പോൾ കണ്ണൂരിൽ ഇന്ന് പഴയങ്ങാടി എന്ന് പറയും. അതായത് ഞങ്ങളൊക്കെ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഏരിയയാണെന്ന് പറയാം. അതായത് തൊയ്യബ് മീഡിയയിലൂടെ ഇന്ന് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചത്, നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ അനധികൃതമായ ഒരുപാട് അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭങ്ങളാണ്. അതായത് ഹെവി ബസ്സുകൾ, അതായത് ബസ്സുകൾ, ഹെവി ആക്സിഡൻസുകൾ, അതായത് ഓരോ ജില്ലകളിലും അതാതായ പ്രശ്നങ്ങളുള്ള ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ണൂർ പോലീസ് ഹോംഗാർഡിന് നേരെ സ്വകാര്യ ബസ് ഓടിച്ച് കയറാൻ ശ്രമം, അതായത് കേസെടുത്തു പോലീസ്. ഒരു പോലീസുകാർക്ക് നേരെയും ഈ ബസ് ഓടി കയറ്റാൻ നോക്കി എന്നതാണ്. കണ്ണൂർ BV റോഡിന് സമീപത്ത് വെച്ച് തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് ഈ സംഭവം അരങ്ങേറിയത്. ഇലക്ട്രിക് പരമായ കുറേ ഇഷ്യൂകൾ അവിടെ സംഭവിക്കുന്നു. അങ്ങനെ കണ്ണൂർ പോലീസ് ഹോംഗാർഡിന് നേരെ സ്വകാര്യ ബസ് ഓടിച്ച് കയറ്റാൻ ശ്രമം. കണ്ണൂർ പഴങ്ങാടി BV റോഡിന് സമീപത്ത് വെച്ച് തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെ സംഭവ സ്ഥലത്ത് ഗതാഗതം നിയന്ത്രിക്കുന്നു. ഉദ്യോഗസ്ഥന് നേരെ വാഹനങ്ങൾ മറികടന്നെത്തിയ സ്വകാര്യ ബസ് ഇടിച്ച് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെയിരുന്നു സംഭവം. സംഭവത്തിൽ കണ്ണൂർ പഴങ്ങാടി മാട്ടൂർ റൂട്ടിലോടുന്ന ബസ്, ബ്രീസ് എന്ന ബസ്, ഭയങ്കര സ്പീഡാണ് ഇവന്മാർക്ക്. ഈ ബ്രീസും ബസ്സിനെതിരെ പഴങ്ങാടി പോലീസ് കേസെടുത്തു. ഈ ഹെവി ബസ്സൊക്കെ പ്രൈവറ്റ് ബസ്സാണ്. ഇതൊക്കെ നമ്മളെ ഏരിയകളിൽ ഓടുന്ന ബ്രീസ്, അങ്ങനെ FC എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ബസ്സുകളുണ്ട്. അപ്പം ഇവരൊക്കെ നിരത്തിൽ ഓടുന്നത് ജനങ്ങളെ കൊല്ലാനും ആക്രമിക്കാനും എന്ന രീതിയിലുള്ള ഒരു സ്വഭാവ, അവർക്ക് തന്നെ എന്തെന്നറിയാത്ത രീതിയിലുള്ള ബസ് റൂട്ടുകളാണ് നമ്മൾ ആദ്യം തിരുത്തേണ്ടത്. നമ്മളാണ് രാജാക്കന്മാർ. റോട്ടിലെ മറ്റു സാധാരണക്കാരുടെ വണ്ടികളൊക്കെ അവരടിമകളും നമ്മൾ രാജാക്കന്മാരും എന്ന ആ റോഡ് നിയമപാലകത്തിൽ പാലിക്കേണ്ട മര്യാദകൾ ലംഘിച്ചുകൊണ്ടുള്ള യാത്രകൾ എന്നും ഒരു ഡെഫിനിഷൻ പോലെ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കും. കാരണം ഇതൊക്കെ ആസൂത്രണം. ഇപ്പം തളിപ്പറമ്പ് ഒരു ആക്സിഡൻറ്റ്, ഇങ്ങനെ ഒരുപാട് ആക്സിഡൻറ്റുകൾ. അതായത് നമ്മുടെ ഏരിയകളിൽ തന്നെ, മാട്ടൂരിലാണ് ഞാൻ താമസിക്കുന്നത്. മാട്ടൂരിൽ നമുക്ക് 2 സ്റ്റോപ്പ് അകലത്തിൽ ബസ് ഇതുപോലെ എതിരെ വരുന്നവനെ കൊല്ലുന്ന രീതിയിലുള്ള ബസ് അപകടങ്ങൾ. ഇതും ബ്രീസ് എന്ന് പറയുന്ന ഒരു ബസ്. ഈ ബസ്സിനൊക്കെ നമുക്ക് മുമ്പും പരിചയമുള്ളതാണ്. അതായത് ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്തവരും കൂടി ആയതുകൊണ്ട് നമുക്ക് പറയാൻ പ്രവർത്തിക്കും. മരണ സ്പീഡിലൂടെ ഇവർക്ക് വേഗത്തെത്താനുള്ള ആ ഒരു പെടച്ചിലിൽ സംഭവിക്കുന്നതാണിത്. അതും മഴയായ ഈ ഒരു സമയത്ത് കണ്ണൂരിൽ ഏതാനും മണിക്കൂറുകളിൽ വലിയൊരു, അതായത് കണ്ണൂർ പഴങ്ങാടിയിലാണ്, അതായത് നമ്മുടെ സിറ്റിയിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പഴങ്ങാടിയിൽ എന്ത് അപകടം ചെയ്താലും ആർക്കും ഒന്നും സംഭവിക്കില്ല. സംഭവിക്കുന്നത് നമുക്കാണ്, മനുഷ്യർക്ക്. അവിടെ ഒരു പാലം തകർന്ന് ഇടിഞ്ഞ് വീണാലും, തലപ്പത്ത് വന്ന് വീണാലും ആരും, ഒരു ഗവൺമെൻറ്റും ഒരു ഗതാഗത നിയമവും അവിടെ നിയമം നമുക്ക് തുണയാകുന്ന രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. സർക്കാർ നമുക്ക് തുണയാകുന്ന രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. സർക്കാരിനുള്ള തുണയായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് റെയിൽവേ ഗേറ്റൊക്കെ പൊളിഞ്ഞിടിഞ്ഞ് വീണ് തലമണ്ടക്ക് വീണാൽ പോലും അവിടെ ഒന്നും ആരും തിരിഞ്ഞു നോക്കുന്ന ഏരിയകളല്ല. പക്ഷേ ഈ ഒരു ന്യൂസ് നമ്മുടെ ഏരിയകളിലാണ് സംഭവിക്കുന്നെങ്കിൽ അവിടെയൊക്കെ വെള്ളം കെട്ടി ജനങ്ങൾ മുങ്ങിക്കഴിഞ്ഞാൽ പോലും ഈ ഭാഗത്തേക്കൊന്നും ആരും തിരിഞ്ഞു നോക്കാറില്ല. ഇപ്പോഴാണ്
ഏകദേശം ഏതോ ഒരു ന്യൂസുകളിൽ കാണാൻ തുടങ്ങി. ഈ ഭാഗത്തൊന്നും ന്യൂസുകളൊന്നും വലിയ ലൈവായി വരാറില്ല. ഞാൻ പലപ്പോഴും ന്യൂസുകളൊക്കെ, നമ്മുടെ ഏരിയകളിലുള്ള ന്യൂസുകളൊക്കെ ഇങ്ങനെ മാധ്യമങ്ങൾ വരുന്ന റിപ്പോർട്ടുകളൊക്കെ കേൾക്കുന്നത് പതിവാണ്. എന്ന് പല ഏരിയകളിലും ആക്സിഡൻറ്റിനെ കുറിച്ചൊക്കെ കേൾക്കുന്നത് പതിവാണ്. പക്ഷെ നമ്മുടെ ഏരിയകളിൽ എന്ത് നടന്നാലും പുറക്കാർ അറിയുന്നില്ല, ഗവൺമെൻറ് അറിയുന്നില്ല. കാരണം ഈ രാജ്യത്ത് എല്ലാ ബഹുസ്വരത കൂടി ജീവിക്കുന്ന നമ്മുടെ ഈ നൂറ്റാണ്ടിൽ, ഈ 21 നൂറ്റാണ്ടിലും നമ്മുടെ രാജ്യം, അതായത് നമ്മുടെ ജില്ലകൾ, നമ്മൾ വസിക്കുന്ന ഏരിയകളിൽ ശാശ്വതമായ ജീവിതമല്ല, അതായത് ഒരു നിയമ ബലത്തിലല്ല ജീവിക്കുന്നതെന്നത് നമ്മൾ അറിയുന്നുണ്ടോ? ഈ ജനങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ സർക്കാർ, ഇവിടുത്തെ ഭരണാധികാരികൾ, ഇവരൊക്കെ ഈ സമരത്തിന് തുനിഞ്ഞിറങ്ങാനും അക്രമത്തിനിറങ്ങാനും മാത്രമല്ലാതെ ഇവരൊക്കെ ഈ പാലം പണിയുന്നുണ്ടോ, റോഡുകൾ നന്നാക്കുന്നു? റോഡുകളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ മാട്ടൂര് തൊട്ട് ഇവിടെ അഴിക്കൽ വരെയുള്ള റോഡിൻ്റെ അവസ്ഥ കണ്ടിരുന്നോ? കുണ്ടുകൾ പോലെ അവിടെ മൂക്ക് കുത്തി മുന്നാന്ന് വീണു ഒരാൾ സ്കൂട്ടറിൽ പോയിട്ട്. സ്കൂട്ടറിലാണോ നടന്നിട്ടാണോ എന്നറിയില്ല. അയാൾ തലയടിച്ച് റോഡിൽ ചോര വാർന്ന് ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിലൂടെ പോകുന്നത് എൻ്റെ മുന്നിലൂടെയാണ്. നമ്മൾ കണ്ട ദൃശ്യങ്ങളാണത്. ആ ദൃശ്യങ്ങളിലൊക്കെ എന്ത് നിയമലംഘനമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ന്യൂസ്, അതായത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഇതൊക്കെ ജനങ്ങളിലൂടെ നമ്മുടെ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവച്ചില്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും നമ്മൾ ചർച്ച ചെയ്യുന്നില്ലല്ലോ എന്ന് ചിന്തിക്കും. ആ ഒരു മികവ് നിരത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ന്യൂസ്. എന്നാലും ഇതുകൊണ്ട് ഇഷ്യൂ ഉണ്ടാകുന്നത് KCB അങ്ങനെയുള്ള ഇഷ്യൂകളാണ്. കറണ്ട് പോവുക, മഴയാണ്. ഇതിൻ്റെയൊക്കെ സിറ്റുവേഷൻ ആരാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഗവൺമെൻറ് നോക്കി നടത്തിയ ഒരു ചിട്ടയായ രീതിയിൽ നടത്തിയിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ മനുഷ്യർക്ക് ഭീതി ഉണ്ടാകുന്നത്, പേടികൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ന്യൂസ് നമുക്കൊന്ന് കേട്ടിട്ട് തിരികെ വരാം. കണ്ണൂരിൽ ഹോംഗാർഡിന് നേരെ പാഞ്ഞെടുത്തതിന് പോലീസ് പിടികൂടിയ സ്വകാര്യ ബസ് മറ്റൊരു ബസ്സുമായി കൂട്ടിയിടിച്ചു. മാട്ടൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് ഇതേ റൂട്ടിൽ എതിർദിശയിൽ നിന്ന് വന്ന ബസ്സുമായി കൂട്ടിയിടിച്ചത്. ഇരു ബസ്സുകളിലുമായി 8 പേർക്ക് പരിക്കേറ്റു. ആർക്കും ഗുരുതരമായ പരിക്കില്ല. ഞായറാഴ്ചയാണ് പഴയങ്ങാടിയിൽ ട്രാഫിക് ബ്ലോക്കിനിടയിൽ എതിർദിശയിലേക്ക് കയറിയെത്തിയ ബസ് ഡ്യൂട്ടിയിലായിരുന്ന ഹോംഗാർഡ് നേരെ വന്നത്. ഉദ്യോഗസ്ഥൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിൽ കേസെടുത്ത് പോലീസ് പിടിച്ചെടുത്ത ബസ്സാണ് ഇന്ന് അപകടത്തിൽപ്പെട്ടത്. ഉദ്യോഗസ്ഥൻ എന്താ അത് കണ്ടുകൊണ്ടിരുന്നാലല്ലേ കഴിയൂ? ഇത് നിയമം പാലിക്കേണ്ടതും നിയമം നടത്താൻ ആഗ്രഹിക്കുന്നതും സോഷ്യൽ മീഡിയയും ഓൺലൈൻ മീഡിയ ഒക്കെ അല്ലേ? ഇവിടെ സർക്കാരിനോ ഇവിടെ മറ്റുള്ളവർക്കൊക്കെ മാത്രം അവർക്ക് അവിടെ ഇടിച്ചാലെന്താ, ഇവിടെ കൊന്നാലെന്താ, ഇതൊക്കെ ഒരു ദുരൂഹമായി കിടക്കുന്നതല്ലാതെ ഇതൊന്നും തെളിയിക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ആക്സിഡൻറ്റുകളായാലും വലിയ വലിയ ആക്സിഡൻറ്റുകളും അത് ജനങ്ങൾ അറിയിച്ചിരിക്കണമെന്നത്. കാരണം നമുക്ക് നാളെ എന്ത് സംഭവിക്കുമെന്നത് ഒരു നിശ്ചയവുമില്ല. ഈ ലോകത്ത് നടക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥകളിൽ ഈ ഫസ്റ്റ് ജനറേഷനിൽ ഓടുന്ന ഓരോ വ്യക്തികളും എന്ന് തലയടിച്ച് താഴെ വീഴുമെന്ന അപഖ്യാതിയിലൂടെയാണ് ലോകം നമ്മുടെ മുന്നിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാഹനാപകടങ്ങളും വെള്ളക്കെട്ടുകളും മഴച്ചാലുകളുമൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു സമയത്ത് അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളെയാണ് നമ്മൾ സർക്കാരിനോട് പറയുന്നത്. കാരണം നമ്മളുടെ ഏരിയയിലുള്ള റോഡുകൾ തോടുകളാകാൻ പോവുകയാണ്.
ഞാൻ വരുന്ന വഴികളിലൊക്കെ വെള്ളം കെട്ടിക്കയറി അവിടെ തോടുകളായി മാറി. കാരണം റോഡുകളില്ല, തോടായി മാറുന്ന, അതിലൂടെ വണ്ടികൾ ഓടുന്നില്ല. ഓടിക്കുമ്പോൾ ഇപ്പം വീണ് പോയാൽ നിങ്ങൾ നമ്മളെ ശുശ്രൂഷിക്കുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഒന്നും സുരക്ഷിതമല്ല എന്നതാണ്. എല്ലാം ഉണ്ടായാലും, ആംബുലൻസ് ഉണ്ടായിട്ടും ഹോസ്പിറ്റൽ ഉണ്ടായിട്ടും ഇവിടുത്തെ ഒന്നുണ്ടായാലും ഇതിലൊന്നും പണമടക്കുന്നത് ഞങ്ങളല്ലേ, നിങ്ങളല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ബസ്സിൻ്റെ വകുപ്പ് മന്ത്രിയായ ഗണേഷ് കുമാറും ഒക്കെ തീരുമാനിക്കണം. ബസ്സുകാർ കാണിക്കുന്ന ഈ കുരുത്തക്കേട് നിലനിർത്തി എന്തൊക്കെയോ ഊപ്പാട് വരുത്തിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു ഗണേഷ് കുമാർ. ഞങ്ങൾ ബസ്സിനെ ഇങ്ങനെ നിയന്ത്രിക്കും, അങ്ങനെ നിയന്ത്രിക്കും. എന്നിട്ട് ഇപ്പോൾ അതൊന്നും ഇല്ലല്ലോ. വായ്ത്താപ്പ് മാത്രമേ ഉള്ളൂ. മന്ത്രിമാർക്കൊന്നും ഇത് മാത്രമേ ഉള്ളൂ. ബസ് നിയന്ത്രിക്കാനോ ബസ്സുകാരെ നിയന്ത്രിക്കാനോ ഒന്നും അവർക്ക് പറ്റില്ല. അവർ ജനങ്ങളെയാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടെന്ത് കാര്യം? അതാണ് പറയുന്നത്. നമ്മുടെ ഏരിയകളിൽ പോലും ഗതാഗതമായ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് സംരക്ഷിക്കുന്നില്ല. ഗതാഗത കുരുക്കുകൾ ഒരുപാടുണ്ട്. എത്ര വികസനങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാലും, എന്ത് ഹൈവേ വരുന്നു എന്ന് പറഞ്ഞാലും, ചെറിയ ചെറിയ ഇടങ്ങളിൽ നടക്കുന്ന അപകട ഭീതി നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല. മറ്റ് വിവാദങ്ങളെക്കാളും ഇതാണ് വിവാദമാവേണ്ടത്. കാരണം ഇതാണ് ജനങ്ങളിലേക്ക് എത്തേണ്ടത്. മറ്റു വ്യക്തികളുടെയോ സെലിബ്രിറ്റികളുടെയോ ഒന്നുമല്ല. സാധാരണക്കാരുടെ ഇഷ്യൂ അത് വിവാദങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, ഓൺലൈൻ മീഡിയയിലൂടെ കത്തിച്ചൊലിക്കുന്നതായിരിക്കണം. കാരണം ഇവിടുത്തെ സൊസൈറ്റി, ഇവിടുത്തെ സാമൂഹ്യ ഭദ്രത ഉറപ്പിക്കേണ്ടത് നമ്മുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ റോഡുകളായാലും ഇവിടുത്തെ തോടുകളായാലും എല്ലാം സമൂഹത്തിൽ അടങ്ങിയതാണ്. അതുകൊണ്ട് വണ്ടികൾ പോകുന്നത് നേരെ വഴിയായിരിക്കില്ല. മഴക്കാലത്ത് അവർക്ക് മഴ ഓറഞ്ചും യെല്ലോയുമായി മായത് കൊണ്ട് നിയന്ത്രണം വിട്ട് വണ്ടി ഇടിച്ചതാണ് എന്നൊക്കെ പറയും. അല്ല, ഓവർടേക്കിങ്ങും അങ്ങനെയുള്ള സ്പീഡ് ലിമിറ്റുകളുടെയും പോരായ്മകൾ കൊണ്ട് അടിക്കുന്നതാണ് ഈ ഒരു അപകട സാന്നിധ്യം. ഒരു സൂചനയാണ്. ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് പഴങ്ങാടി, മാട്ടൂൽ, കണ്ണൂരൊക്കെ അപകട സാധ്യതകൾ കൂടിക്കൂടി വരാൻ പോകുന്നത്. കാരണം ഇപ്പോൾ ഇന്ന് തന്നെ അറിഞ്ഞിരുന്നു ഒരു ബൈക്കുകാരനെ ബസ് അടിച്ചത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ 24-ലും മനോരമ TV-യിലും ഒക്കെയാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര വാഹനാപകടങ്ങളാണ് ഒരു റോഡുകളിൽ. ഇതുകൊണ്ട് തന്നെയാണ് റോഡുകൾ മലിനമാകുന്നതും അവിടെ മോശമാകുന്നതും അവിടെ ഗതാഗത കുരുക്കുണ്ടാകുന്നതും. കുണ്ടുകളാണ്. വലിയ വലിയ വാഹനങ്ങൾ, വലിയ വലിയ സ്വപ്നങ്ങൾ, വലിയ വലിയ ആഗ്രഹങ്ങൾ തന്നെ മനുഷ്യനുണ്ട്. പക്ഷെ എല്ലാം വലിയ വലിയ വണ്ടികളായപ്പോൾ റോഡുകൾക്ക് പവറില്ല. റോഡുകളൊക്കെ കുണ്ടും കുഴിയുമുള്ള റോഡുകളായി മാറി. താറുകളായ വണ്ടികൾ, വലിയ വലിയ വണ്ടികൾ വന്ന് റോഡുകൾ മൊത്തം തോടാക്കി മാറ്റിയ ഒരവസ്ഥയാണ്. ഇപ്പോൾ റോഡും പ്രശ്നമാണ്, ബസ്സുകാരുടെ ഓട്ടവും പ്രശ്നമാണ്. ഇതെല്ലാം വകുപ്പ് മന്ത്രികളും ഗതാഗത മിനിസ്റ്ററുമൊക്കെ കൈകാര്യം ചെയ്യേണ്ടതാണ്. കാരണം ഈ രാഷ്ട്രം പറഞ്ഞു കിടക്കുന്ന ജനങ്ങൾക്ക് ഇതുപോലുള്ള വകുപ്പുകൾ എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നിരോധിക്കാൻ പറ്റുന്നില്ല? ഇതുപോലുള്ള അപകടങ്ങൾ എന്തുകൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുന്നില്ല? ഇതുകൊണ്ട് ഈ അപകടങ്ങളെ മുൻകൂട്ടി മുൻനിരയിൽ നിർത്താൻ പറ്റുന്നില്ല? ഈ ബസ്സുകാരുടെ ഈ ഓവർടേക്കും ഷോസും ഒക്കെ മുമ്പും നമ്മൾ കണ്ടതാണല്ലോ. ഇത് ഒരു വല്ലാത്തൊരു തലവേദനകൾ തന്നെയാണ്. നമ്മൾ സാധാരണക്കാർക്ക് ഇതുകൊണ്ട് തന്നെയാണ് ബസ്സിൽ കയറിയ യാത്ര ചെയ്യാൻ ഒരു ശരാശരി മനുഷ്യന് പേടിയാവുന്നത്. അവൻ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഏതെങ്കിലും തലവേദനയുള്ള ഏരിയകളിൽ. അതായത് നമുക്ക് തലവേദനയിൽ ഓടിച്ച് അവൻ്റെ ആശ്രയം, അവന് പൈസ ഉണ്ടാക്കാനുള്ള നെട്ടോട്ടം മാത്രം. അല്ലാതെ ജനങ്ങളെ അതാത് സ്ഥലത്ത് എത്തിക്കാനുള്ള ഉദ്ദേശമല്ല ബസ് ജീവനക്കാർക്ക് ഉള്ളത് എന്നത് നിങ്ങൾ മനസ്സിലാക്കുക.
കാരണം ഒരു പ്രോപ്പർലി റൂൾസും ഇവർ ഉപയോഗിക്കാതെ ഇവർ എന്തിനോ വേണ്ടി ഈ ആക്സിലേറ്ററും ബ്രേക്കും ചവിട്ടിക്കൊണ്ടുള്ള ജനങ്ങളോടുള്ള വാശി തീർത്തുകൊണ്ട് സർക്കാരിൻ്റെയും ഒക്കെ വാശി തീർത്തുകൊണ്ട് ഇവർ ഡ്രൈവിംഗ് ഓടിക്കുമ്പോൾ അപകടപ്പെടുന്നത് സാധാരണക്കാരനായ എവിടെയോ ഏതോ വീട്ടിലെ ആൾക്കാരാണ് മരണപ്പെട്ടു പോകുന്നത്. അവർക്ക് ചോദിക്കാനോ പറയാനോ ആരുമില്ലാത്തവരായിരിക്കും. അവരുടെ അവസ്ഥ, അവരുടെ നിര്യാതനായ അവസ്ഥകൾ, അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് ഒരു ലജ്ജ തോന്നുന്നു. കാരണം നമ്മളും ഈ കേരളത്തിലാണ് ജീവിക്കുന്നു എന്നത് നമ്മൾ ഒരു നിമിഷം ആലോചിച്ചു പോയി. കാരണം ഇത്രയും ഗതികെട്ട് ഒരു ജീവിതം എന്നത് മറ്റെവിടെയും കാണാൻ കഴിയില്ല. പൊതുസമൂഹം ലജ്ജിക്കുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുവാനും കേൾക്കുവാനും മലയാളികൾക്ക് മനസ്സുറക്കുന്നില്ല. മലയാളികൾക്കെന്നല്ല, ഒരു മനുഷ്യനും ഒരു ഹ്യൂമനും മനസ്സുറക്കുന്ന കാര്യങ്ങളല്ല. റിയാലിറ്റിയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. റിയാലിറ്റിയിൽ സംഭവിക്കുന്ന ഭവിഷ്യത്തുകളെയാണ് നമ്മൾ എപ്പോഴും ഡിഫൻഡറിൽ നിർത്തേണ്ടത്. അതിനെയാണ് നമ്മൾ ഡിഫെൻഡ് ചെയ്യേണ്ടത്. അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഞാനൊരു സാധാരണക്കാരൻ തന്നെയാണ്, ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവൻ തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെയും ശോചനീയാവസ്ഥ, ഇതുപോലുള്ള ഗതാഗത കുരുക്കും ഇതുപോലുള്ള റോഡ് മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന പാതകളിൽ ജീവിക്കുന്നവരുടെയും ശോചനീയ അവസ്ഥകളിൽ ദുരന്തങ്ങളിൽപ്പെട്ട് ബലിയാടാകുന്ന എത്രയെത്ര സാധാരണക്കാർ, അവരുടെ മരണത്തിന് ശേഷവും അതിനൊരു നീതി അവർക്ക് നടപ്പിലാകുന്നുണ്ടോ? അതുപോലും കൊടുക്കാൻ കഴിയാത്ത സർക്കാരായി മാറിയിരിക്കുകയാണ് കേരളത്തിൻ്റെ സർക്കാർ. സമരവും ഇതും മാത്രം പോരാ, ഐക്യദാർഢ്യമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ചങ്കുറുപ്പ് നിങ്ങളുടെ പാർട്ടിക്കുണ്ടായെങ്കിലേ ഈ സമൂഹം നിലനിൽക്കൂ, ഈ സമൂഹത്തെ ഒരു ഭദ്രതയുള്ള ലോകമായി മാറ്റാൻ പറ്റും. കാരണം ഇത് സമുദായത്തിൻ്റെ പ്രശ്നമാണ്. ഇവിടെ ജീവനക്കാരൻ്റെ ജീവൻ ഇല്ലാതാകുന്നതിൻ്റെ പ്രശ്നമാണ്. ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള ദുരൂഹമായ അപകടങ്ങളും ഇത്തരത്തിലുള്ള വാശികേറിയുള്ള ഡ്രൈവിംഗ് നിലപാടുകളും മാറ്റാൻ സമയമായി എന്നതാണ്. കാരണം ആസ് യൂഷ്വലി ഇതൊക്കെ നടപ്പിലാകുന്നതാണ്. ഇതൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവർ ചെയ്യില്ല. ഓവർടേക്കിങ്ങും ബസ്സുകാർക്കൊരു ഇത്ര സ്പീഡിൽ ഓട്ടാനേ പറ്റൂ എന്ന് അവരെ മാർഗനിർദ്ദേശം കൊടുക്കണം. അവർക്ക് ഓടിക്കാൻ അറിയില്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ട്രെയിനിങ്ങുകൾ ഉണ്ടാവണം. എല്ലാം മാറ്റി എന്ന് പറഞ്ഞാലും സാധാരണക്കാർക്ക് വേണ്ടി തലവേദന ഉണ്ടാക്കുന്ന മാറ്റങ്ങളല്ല വേണ്ടത്. ബസ് ഓടിക്കുന്നവർക്കും ബസ് ക്ലീനറായാലും കണ്ടക്ടറായാലും വാശിയും അടിയും തമ്മിത്തല്ലും ഗുണ്ടായുസവും മാത്രമാക്കി മാറ്റുന്ന തെരുവോരകളായി മാറാൻ നമ്മുടെ ജനാധിപത്യത്തെ നമ്മൾ അനുവദിച്ചു കൊടുക്കരുത്. അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ആ കൂട്ടത്തിൽ നമ്മളെയും കൊണ്ടെത്തിക്കുന്ന അവസ്ഥയിലെത്തിക്കുന്ന ഇതും ലോകത്ത് നിരോധിക്കേണ്ട ഒരാവശ്യമാണ്. ലഹരിയും കഞ്ചാവും കേസുകളും മാത്രം നിരോധിക്കുന്നതിനോടൊപ്പം ഇത്തരത്തിലുള്ള അക്രമങ്ങളെ പോലുള്ള ദുരന്തങ്ങൾ വന്ന് തലക്ക് വീഴുന്ന ഒരവസ്ഥ നമ്മുടെ പഴയങ്ങാടിയിലേക്ക് വന്ന് നോക്കണം. ഗതാഗതത്തിൻ്റെ ഒരു അമ്പലപ്പുഴ തന്നെ ഉണ്ടാവും. കാരണം അത്രക്കും തരംതാണ ഗതാഗത കുരുക്കുകളാണ് ഇപ്പോൾ കാണുന്നത്. എവിടെയാണ് വീഴുന്നത്, എവിടെയാണ് ചായുന്നതെന്നറിയാതെ ബസ്സുകൾ ഓടുന്നതും ചാടുന്നതും ബൈക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് തുരുതുര പായുന്നതും ഒക്കെ കാണുമ്പോൾ എന്നൊന്നുമില്ലാത്തൊരു പേടി മനുഷ്യന് യാത്രകളിൽ ഉണ്ടാകുന്നു. സുരക്ഷിതരല്ല ഒരു മനുഷ്യരും, റോഡുകളിൽ സുരക്ഷിതല്ല എന്നത് സാക്ഷരത കേരളം എന്ന് പറഞ്ഞാലും നമ്മളത് സമ്മതിച്ചു കൊടുക്കാൻ ഇത്തിരി ഭയക്കുന്നവരാണ്.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് സൊസൈറ്റിയുടെ പ്രശ്നമല്ല. എല്ലാ ജില്ലക്കാർക്കും, കേരളത്തിലെ എല്ലാ 18 ജില്ലകൾക്കും, 17-18 ജില്ലകൾക്കും അവിടെ എല്ലാവർക്കും അനുഭവിക്കുന്ന പ്രശ്നമാണ് ബസ്സുകാരുമായുള്ള പ്രശ്നത്തിൽ. KSRTC പ്രശ്നം, പ്രൈവറ്റ് ബസ്സുകൾക്ക് പ്രശ്നം, ടൂർ ബസ്സുകൾക്ക് പ്രശ്നം, എല്ലാ ബസ്സുകൾക്കും പ്രശ്നത്തോടെ പ്രശ്നമാണ്. ഇവരുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല, ഇവരുടെ ദേഷ്യങ്ങൾ അടങ്ങുന്നില്ല. എന്തുകൊണ്ട്? ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്നതാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യം സർക്കാരിനോടാണ്, വകുപ്പ് മന്ത്രിയോടാണ്. ഈ ദുരന്തത്തിൽ ബലിയാടായവരുടെ കുടുംബത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ആ അപകടമുണ്ടായവനെ നിങ്ങളെങ്ങനെ, അപകടമുണ്ടാക്കിയവരോട് നിങ്ങളെങ്ങനെ നിലപാടിലൂടെ സംസാരിച്ചു? ഇതൊക്കെയാണ് സമൂഹത്തിന് അറിയേണ്ടത്. ഇതൊക്കെ ഒരു നിലപാടില്ലായ്മയാണ്, നിലനിൽപ്പില്ലാത്ത ഒരു ഓട്ടപ്പാച്ചലുകളിലൂടെയാണ് ഈ ബസ് ജീവനക്കാർ യാത്ര ചെയ്യുന്നത്. ഒരു സുരക്ഷിതവുമില്ലാത്ത യാത്രകൾ, അത് നമ്മൾ മനസ്സിലാക്കുന്നു.